എല്ലാവർക്കും ഈസി സോഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 3 സ്ട്രക്ചറൽ ഫങ്ഷൻസ് ആണ്. അതിലൊരു ചാപ്റ്റർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 ആണ് നമ്മൾ നോക്കുന്നത്. അതായത് SC ഡ്യൂബെ സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ. SC ഡ്യൂബെ എന്ന സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ഇവിടുത്തെ ഇന്ത്യയിലെ സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചും മോഡേണൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. SC ഡ്യൂബെ 1922 മധ്യപ്രദേശിലെ നരസിംഗ്പൂരിൽ ജനിക്കുകയും 1996 ഫെബ്രുവരിയിൽ അന്തരിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം ഇന്ത്യയിലെ ജാതി മാറ്റങ്ങളെക്കുറിച്ചും കാസ്റ്റ് എന്ന സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും പിന്നെ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചും ഇന്ത്യയിലെ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠനം നടത്തുകയും ഗ്രന്ഥരചന നടത്തുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഇവിടുത്തെ ജാതി എന്നുള്ളതിൻ്റെ അപ്പുറം പെസൻ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് കൂടി വെളിച്ചം വീശുന്നുണ്ട്. ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ഇവിടെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതേസമയം പുതിയ മോഡേണിറ്റിയുടെ ഭാഗത്ത് ഒരുപാട് മോഡേണൈസേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അദ്ദേഹം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസിലാണ് എഡ്യൂക്കേഷൻ നേടുന്നത്. അങ്ങനെ അദ്ദേഹം അതിനുശേഷം PhD ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ റിസർച്ച് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഒരുപാട് പ്രധാനപ്പെട്ട കോളേജുകളായ ബിഷപ്പ് കോളേജ് നാഗ്പൂർ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, ലക്നൗ യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെ അദ്ദേഹം അധ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഇന്ത്യയിലെ ജാതി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതിനപ്പുറം ഇത് എങ്ങനെ കാലങ്ങളിലൂടെ ചില കാര്യങ്ങൾ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ട് കാസ്റ്റ് സിസ്റ്റം പോയി എന്ന് അപ്രത്യക്ഷമായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. അപ്പം ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. അദ്ദേഹം ഇവിടുത്തെ അഗ്രേറിയൻ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും പറഞ്ഞു, കർഷക സമരങ്ങളെക്കുറിച്ച്, കർഷകർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്രൈസിങ്, അവരുടെ ഒരുപാട് വിപ്ലവങ്ങൾ, അവരുടെ സമരങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം he examines the effects of modernization, economic development and political changes on traditional social structures. പുതിയ മോഡേണൈസേഷനും സാമ്പത്തിക പുരോഗതിയും രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് സൊസൈറ്റിയെ മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ഉതകുന്നത് എന്ന് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഠിക്കുന്നതിൻ്റെ മെത്തേഡ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി മെത്തഡോളജി ആയിരുന്നു. അതായത് പല വിഷയങ്ങളും കൂട്ടിച്ചേർത്തിട്ടായിരുന്നു ഇദ്ദേഹം പഠിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു എഡ്യൂക്കേഷൻ നേടിയിരുന്നത്, പക്ഷേ സോഷ്യോളജിയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവന വലുതാണ്. അപ്പോൾ അദ്ദേഹം സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ആന്ത്രോപോളജി ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഇദ്ദേഹം പഠിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് സോഷ്യൽ ചേഞ്ച് 3.2.2 സോഷ്യൽ ചേഞ്ച്. SC ഡ്യൂബെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ചേഞ്ച് ഏതൊക്കെ തരത്തിലാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഒരു സൈഡ് ഹെഡിങ്ങിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ SC ഡ്യൂബെ ഇന്ത്യൻ സൊസൈറ്റി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സിറ്റിയും അതിൻ്റെ മൾട്ടിഫെസിറ്റഡ് നാച്ചറും, ഇത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മാറ്റം എന്ന് പറയുമ്പോൾ ഭയങ്കര നിഗൂഢമാണ്. നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയുന്ന ഒന്നല്ല. സമൂഹത്തിൽ ഒരു ജാതി മാറി, അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള മാറ്റം. കാരണം നമ്മളെ സമൂഹത്തിൽ നിന്ന് ഈ ജാതിയുടെ അംശങ്ങൾ, ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയുടെ അംശങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല, പക്ഷേ പഴയ കാലത്തുള്ള പോലെ ഇല്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് നേച്ചർ, അതിൻ്റെ നിഗൂഢമായിട്ടുള്ള ക്യാരക്ടറുകളെ കുറിച്ച് SC ഡ്യൂബെ ഒരുപാട് പഠിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഫോളോ ചെയ്തിരുന്നത്. അതായത് ഹിസ്റ്ററിയും സോഷ്യോളജിയും ആന്ത്രോപോളജിയും പൊളിറ്റിക്കൽ സയൻസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആണ് അദ്ദേഹം, അതാണ് ഇൻ്റർ ഡിസിപ്ലിനറി ഒരു അപ്രോച്ചാണ് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് സമഗ്രമായ രീതിയിൽ പഠിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്.
ഡ്യൂബയുടെ വർക്ക് റൂറൽ ഇന്ത്യയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഗ്രാമീണ ജനത ഏതൊക്കെ രീതിയിലാണ് മോഡേണൈസർ ആയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ആധുനികവൽക്കരണം നടക്കുന്നത് എന്ന് അദ്ദേഹം സമഗ്രമായിട്ട് തന്നെ പഠിച്ച് അദ്ദേഹം പ്രബന്ധങ്ങളും ആർട്ടിക്കിളുകളൊക്കെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ സോഷ്യൽ ചേഞ്ച് പലപ്പോഴും ഒരു റീപ്ലേസ്മെന്റ് ഓഫ് ട്രഡീഷണൽ പ്രാക്ടീസ് അല്ല. അതായത് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ആചാരങ്ങൾ നേരെ റീപ്ലേസ് ചെയ്യുക, അതിനൊക്കെ മാറ്റി പുതിയത് സ്ഥാപിക്കുക എന്നുള്ളതല്ല. പകരം അദ്ദേഹം പറയുന്നത് സൊസൈറ്റി, ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പരമ്പരാഗതമായ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ കാസ്റ്റ്, ഇവിടുത്തെ മതം, ഇവിടുത്തെ ഗ്രാമീണ ജീവിതത്തിലുള്ള ഒരുപാട് ആചാരങ്ങൾ, അനുഷ്ഠാനം, ഇതൊക്കെ മാറുന്നുണ്ട്, മോഡേണൈസർ ആവുന്നുണ്ട്. പക്ഷേ ഫുള്ള് ഇത് സമഗ്രമായിട്ടുള്ളൊരു മാറ്റമല്ല സംഭവിക്കുന്നത്. പുതിയ മോഡേണൈസേഷനോട് യോജിക്കുന്ന തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സമഗ്രമായിട്ടുള്ളൊരു മാറ്റമല്ല സംഭവിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എസ് ഇ ഡുബെ പറയുന്നത് ഇപ്പോൾ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട്, ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സ്കൂളുകൾ, മാർക്കറ്റുകൾ, ബ്യൂറോക്രസി ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ ലാഗ് എന്ന ഒരു തിയറി സോഷ്യോളജി ഉണ്ട്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കൾച്ചർ സ്പീഡിൽ സഞ്ചരിക്കും, നോൺ മെറ്റീരിയൽ കൾച്ചർ അത്ര സ്പീഡിൽ സഞ്ചരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ബിൽഡിങ്ങുകൾ, നല്ല വാഹനം, നല്ല റോഡുകൾ, ഇതൊക്കെ പെട്ടെന്ന് വരും. പക്ഷെ ചിന്താ രീതിയിൽ മാറ്റം സംഭവിക്കില്ല എന്നാണ്. ഇപ്പോൾ ചിന്താ രീതിയിൽ മാറ്റം മോഡേണിറ്റിയുടെ ഒരു ഭാഗമാണ്. നമുക്കൊക്കെ അറിയാം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോ, എല്ലാവർക്കും സമത്വം, സ്വാതന്ത്ര്യം, ചിന്ത. പക്ഷേ ഈ സമത്വം എന്നുള്ള സങ്കല്പം അത് ഒരു മനോഭാവമാണ്, അത് നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. മറ്റ് നമുക്ക് കാണാനും തൊടാനും സ്പർശിക്കാനും കഴിയുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കൾച്ചർ, അതാണല്ലോ മെറ്റീരിയൽ കൾച്ചർ. നോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മനോഭാവം, ആളുകളുടെ ചിന്താഗതി. പക്ഷേ ഇത് വളരെ സാവധാനമേ മാറുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ മോഡേണൈസേഷൻ സമഗ്രമായിട്ട് മാറുന്നില്ല. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, അത് ഒഗ്ബേൺ ആൻഡ് ഇംകോഫ് എന്ന് പറഞ്ഞ ഒരു സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് വെച്ച ആ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലൂടെയാണ് എസ് ഇ ഡൂബെ ഇതിനെ നോക്കി കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് എസ് ഇ ഡൂബെ ഇന്ത്യയിൽ സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നതിൽ സ്റ്റേറ്റിൻ്റെ ഒരു പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിൽ, വിദ്യാഭ്യാസ നയങ്ങൾ, സാമ്പത്തിക പുരോഗതി, ഇതൊക്കെ കൊണ്ടുവരുന്നത് സ്റ്റേറ്റിന് വലിയ, കാരണം സ്റ്റേറ്റാണ് പുതിയ പുതിയ ചേഞ്ചുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം ഇദ്ദേഹം സ്റ്റേറ്റിൻ്റെ ടോപ്പ് ഡൗൺ അപ്രോച്ച്, സ്റ്റേറ്റ് മുകളിൽ നിന്ന് ഓരോ പുതിയ മോഡേൺ പോളിസീസ്, ആധുനിക പോളിസികൾ മുകളിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട്. പകരം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഡൗൺ ടോപ്പ്, അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക്, ബോട്ടം അപ്പ് അപ്രോച്ച് എന്നൊക്കെ പറയും. താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഈ ഒരു ചിന്ത വരണം, സമൂഹം ആദ്യം മാറണം, എന്നിട്ട് അതിന് അനുസരിച്ച് ഗവൺമെൻറ് പോളിസി കൊണ്ടുവരണം എന്നാണ് ഇദ്ദേഹം. അതൊരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്, ജനങ്ങളൊക്കെ പങ്കെടുപ്പിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അപ്രോച്ച്. അതിനെയാണ് എസ് ഇ ഡൂബെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. എസ് ഇ ഡൂബെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം നിരീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ പുതിയ മാറ്റങ്ങളൊക്കെ, പ്രത്യേകിച്ച് പുതിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള സമരങ്ങൾ, ജാതി സംബന്ധമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ, അതൊക്കെ ട്രഡീഷണൽ കാസ്റ്റ് ഹെറാർക്കിനെ, പരമ്പരാഗതമായിട്ടുള്ള ജാതി ശ്രേണിയെ, മുകളിലൊരു ജാതി, താഴ്ന്നൊരു, ഇതിനൊക്കെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് റിമൈൻഡ് റെസിലിയൻ്റ്, ഇത് അവിടെ ഇങ്ങനെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ജാതി ഫുള്ളായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല, പക്ഷേ ആ ജാതിയുടെ അംശങ്ങൾ ഇപ്പോഴും നമ്മുടെ വേരുകളിൽ ഇപ്പോഴും ഉണ്ട്, പുറത്തുനിന്ന് കാണുന്നില്ലെങ്കിലും ചില സമയത്തൊക്കെ അത് പുറത്ത് ചാടുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ട് ജാതി പോയിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലൂടെ മനസ്സിലാകുന്നത്. ഇദ്ദേഹം അർബനൈസേഷൻ്റെയും മൈഗ്രേഷനും സോഷ്യൽ സ്ട്രക്ചറിൽ, നഗരവൽക്കരണവും കുടിയേറ്റവും മൈഗ്രേഷനൊക്കെ നമ്മുടെ സാമൂഹിക ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് എസ് ഇ ഡൂബെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം റൂറൽ അർബൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഫാമിലി സ്ട്രക്ചറിനെ കുറിച്ചും നമ്മുടെ തൊഴിൽ രംഗത്തുണ്ടായ ഈ പുതിയ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ അർബൻ ഏരിയയിലേക്ക് കുടിയേറ്റം നടത്തുമ്പോൾ അത്
ട്രഡീഷണൽ ആയിട്ടുള്ള ബോണ്ടാണ്, പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെയൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അത് പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സോഷ്യൽ മൊബിലിറ്റിക്ക്, പുതിയ തൊഴിൽ നേടി സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാനും സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്താനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നാണ് എസ് ഡുബെ നിരീക്ഷിക്കുന്നത്. ഇതാണ് അദ്ദേഹം സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ മോഡേണൈസേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും നമുക്ക് മറ്റൊരു പാർട്ടി കാണാം. ഓക്കെ, താങ്ക് യു.